ചാലക്കുടി പരിയാരത്തെ ഗൃഹനാഥന്റെ മരണം കൊലപാതകം. മകൻ പോലീസ് പിടിയിൽ. ഗോവണിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ്. വേനൽ അവധിക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവം. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് വൻ ശബ്ദത്തോടെ തകർന്നത്. കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലെ ഉത്തരവ് പാലിച്ചാണ് കളക്ടറുടെ നടപടി. വലപ്പാട് ബ്രഹ്മതേജോമയം ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ കാർനാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരിയാരത്ത് ചികിത്സയിലിരിക്കെ ഗൃഹനാഥൻ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പോട്ടക്കാരൻ വർഗീസ് മരിച്ച സംഭവത്തിൽ മകൻ 24 വയസ്സുള്ള പോളിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച തവളപ്പാറ റോഡിലെ വീട്ടിലായിരുന്നു സംഭവം. വീടിനകത്തെ കോണിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റ വർഗീസിന് പിന്നീട് സ്വഭാവം തിരിച്ചു കിട്ടിയിരുന്നില്ല. സംഭവത്തിന് ശേഷം പോൾ വർഗീസ് ഏതാനും സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി വർഗീസിനെ ആശുപത്രിയിലെത്തിച്ചു. കോണിപ്പടിയിൽ നിന്നും വീണതാണെന്ന് എറണാകുളത്തെ ആശുപത്രി അധികൃതരെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അസുഖബാധിതനായി കഴിയുന്ന വർഗീസിനെ മയക്കുമരുന്നിന് അടിമയായ മകൻ സ്ഥിരം മർദ്ദിക്കാറുണ്ടെന്നും സംഭവത്തിൽ സംശയമുണ്ടെന്നും അയൽവാസികൾ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചിരുന്നു. ഇതിനിടെ വെന്റിലേറ്ററിലായിരുന്ന വർഗീസ് കഴിഞ്ഞ ദിവസം മരിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെ ജോലിക്കാരൻ തിരുവനന്തപുരം സ്വദേശി ജോസഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. രാത്രി പുറത്തുപോയി തിരിച്ചെത്തിയ ജോസഫ് ജനലിലൂടെ വീടിനകത്ത് നടന്നത് മുഴുവൻ കണ്ടിരുന്നു. വർഗീസും മകൻ പോളും ജോലിക്കാരന് മാത്രമായിരുന്നു വീട്ടിൽ താമസം. ചാലക്കുടി SHO CK സജീവ്, പ്രിൻസിപ്പൽ SI CB മധു, SIമാരായ KJ ജോൺസൺ, AU റെജി, ജോഫി, CPO ബൈജു, സ്പെഷ്യൽ ബ്രാഞ്ചിലെ CB ഷെറിൽ, PS റെനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വേനൽ അവധിക്കാലത്ത് കണ്ണന് മുന്നിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. ഇത് മുതലെടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവമാകുന്നു. നൃത്തം അഭ്യസിക്കുന്നവരുടെ ഏറ്റവും വലിയ മോഹമാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ 365 ദിവസവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാകാരന്മാർ നിറഞ്ഞാടും. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 11 വരെയാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുള്ളത്. ഈ സമയത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ 1.5 മണിക്കൂർ നേരത്തേക്ക് 5,900 രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. 60 ദിവസം മുൻപ് ബുക്ക് ചെയ്യണം. നിലവിൽ മെയ് 26 വരെ ബുക്കിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ഓഫീസിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു. പലരും ബുക്ക് ചെയ്ത ശേഷം ആവശ്യക്കാർക്ക് മറിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇരട്ടി പൈസയാണ് ഇവർ ഈടാക്കുന്നത്. ചില ദേവസ്വം ജീവനക്കാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. ഇവർ ഇതിന് കമ്മീഷനും കൈപ്പറ്റുന്നുണ്ട്. ഇത്തരം ലോബികൾ രാവിലെ മുതൽ ദേവസ്വം ഓഫീസിൽ തമ്പടിച്ചിരിക്കും. ഇതുമൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ലഭിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം മുതൽ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിനേക്കാളും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് കൂടുതൽ പേർക്കും താൽപര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ലോബികൾ പറയുന്ന തുക നൽകി പലരും ചൂഷണത്തിന് ഇരയാകുന്നു. ഇത്തരം ലോബികളെ നിയന്ത്രിക്കാൻ ദേവസ്വം ശ്രമിക്കുന്നുമില്ല. ഇതിന് പരിഹാരമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV ഗുരുവായൂർ. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് തൃശൂർ ജില്ലയിലാണ്. 39 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്.
പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് ചൊവ്വാഴ്ച രാവിലെ വൻ ശബ്ദത്തോടെ പൊട്ടിയത്. തുടർന്ന് സമീപത്തെ പറമ്പുകളിലേക്കും കാനകളിലേക്കും റോഡിലും വെള്ളം പരന്നൊഴുകി ഗതാഗതം താറുമാറായി. സ്കൂൾ ഓഫീസ് സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ആഴ്ചകൾക്ക് മുൻപാണ് പെരുമ്പിലാവ് നിലമ്പൂർ പാതയായ റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 15 മീറ്ററോളം നീളത്തിലും വീതിയിലുമാണ് റോഡ് പിളർന്നിട്ടുള്ളത്. നാട്ടുകാരാണ് വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടാവസ്ഥ ഒഴിവാക്കിയത്. ഗതാഗതം പൂർണ്ണമായി താറുമാറായതിനാൽ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി വഴിയും തൃശൂർ ഗുരുവായൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം വഴിയും തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പൈപ്പ് പൊട്ടി അപകടാവസ്ഥയിലാണെന്ന് ജല അതോറിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനാൽ നാട്ടുകാർ ക്ഷുഭിതരായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ 2024 ജനുവരി 16 വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. കുന്നംകുളം ഭൂരേഖ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി. ഉത്തരവ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നും കാരവൻ മാറ്റുന്നതിന് 5ാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി. പിങ്ക് കഫേ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് 19 നടന്ന കൂടിക്കാഴ്ചയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ സ്ഥാപിച്ചതുമൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വില്ലേജ് രേഖകൾ പ്രകാരം പുറമ്പോക്ക് റോഡ് എന്ന് രേഖപ്പെടുത്തിയുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ളതാണ്. കഫേക്ക് എതിർവശത്ത് റോഡിനപ്പുറം GLPS എരുമപ്പെട്ടി, GHSS എരുമപ്പെട്ടി എന്നീ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കാരവന് സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് 8 പിങ്ക് കഫേ പ്രവർത്തനം തുടങ്ങിയത്. അസഹനീയമായ ചൂട് കൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട്. TCV എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറമ്പോക്ക് ലേലം ജില്ലാ കലക്ടർ റദ്ദാക്കി. ഇക്കഴിഞ്ഞ 14-ാം തീയതി റവന്യൂ വകുപ്പ് നടത്തിയ പുനർലേലമാണ് ജില്ലാ കലക്ടർ റദ്ദാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് അംഗീകരിച്ചിരുന്നത്. എന്നാൽ കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. നേരത്തെ നടന്ന ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് പുനർലേലം നടത്തിയത്. ലേലം അസ്ഥിരപ്പെടുത്തിയ സാഹചര്യത്തിൽ 3ാമത്തെ ലേലം ശനിയാഴ്ച നടക്കും. വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. വലപ്പാട് ബീച്ച് സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ ഷൺമുഖൻ ഭാര്യ രമണി, വളവത്ത് വീട്ടിൽ മാധവൻ ഭാര്യ വിലാസിനി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ബ്രഹ്മതേജോമയം ക്ഷേത്രം തിടപ്പള്ളിയിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. പൂജാ ചടങ്ങുകൾക്കുള്ള ആവശ്യങ്ങൾക്കായി തിടപ്പള്ളി തുറക്കാനെത്തിയതായിരുന്നു ഇരുവരും. വാതിൽ തുറന്ന് ആദ്യം അകത്തു കയറിയത് രമണിയായിരുന്നു. ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ട ഇവർ ഇക്കാര്യം പുറത്തു നിൽക്കുകയായിരുന്ന വിലാസിനിയോട് പറഞ്ഞു. വിലാസിനി മുറിക്കുള്ളിലെ ബൾബ് കത്തിക്കാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് തീയാളി പടരുകയായിരുന്നു. തീ ദേഹത്തേക്ക് പടർന്നയുടൻ രമണി പുറത്തേക്കോടി ക്ഷേത്രകുളത്തിലേക്ക് ചാടുകയും ഉടൻ തന്നെ കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതിനിടെ തിടപ്പള്ളിയുടെ ജനലും വാതിലും പൊട്ടിത്തെറിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ രമണിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ കാനാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്ത് തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ്. 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ, കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ, കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ,
പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയും ധാരാളമായി ഈ മേഖലയിൽ തള്ളുകയാണ്. മണലൂർ, അരുമ്പൂർ പഞ്ചായത്തുകളിലായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത്. കൈവരികൾ തകർന്ന പാലത്തിന്റെ കീഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ നിറയുകയാണ്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസ് സ്ഥാപിച്ച 2 ക്യാമറകളുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല. ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടന്നിട്ട് നാളുകളേറെയായി. പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ മാസങ്ങളായി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ക്യാമറ. ക്യാമറകൾ സ്ഥാപിച്ചതിലും ആലോചനക്കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ തള്ളുന്നത് റോഡിന്റെ മധ്യഭാഗത്തായാണ്. അവിടെ ക്യാമറയില്ലാത്തത് മാലിന്യം തള്ളലുകാർക്ക് സൗകര്യമാവുകയാണ്. പാടശേഖരത്തിന്റെ മധ്യഭാഗത്തും ക്യാമറ സ്ഥാപിച്ച് അവ നിരീക്ഷിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് കാര്യക്ഷമമായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. അച്ഛനും മകളും ജയിലിൽ പോകാതിരിക്കാൻ എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞാലും തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കെ മുരളീധരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചുട്ട മറുപടി നൽകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. മണലൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP അന്തർധാര തൃശൂരിൽ വില പോകില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ PA മാധവൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, CC ശ്രീകുമാർ, അസ്കർ അലി തങ്ങൾ, KK ബാബു, PK രാജൻ, CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് ബോർഡ് കത്തിച്ചതായി പരാതി. വടക്കുംചേരി കുണ്ടുകാട് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സാണ് കത്തി നശിച്ചത്. UDF പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. രമ്യ ഹരിദാസിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനുകൾ പൂർത്തിയായി. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നിയോജക മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുന്ന ആദ്യത്തെ തട്ടകം തൃശൂർ ശക്തന്റെ തട്ടകമായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ALP സ്കൂളിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലെ ചില അധമ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ താൻ കീഴ്പ്പെട്ടു പോയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, A നാഗേഷ്, അരുൺ പന്തല്ലൂർ, നാരായണൻകുട്ടി എരേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത് 14-ാം വാർഡ് പുളിയിലക്കുന്നിൽ 1 വർഷമായി 5ഓളം കുടുംബങ്ങൾ ഇരുട്ടിൽ കഴിയുകയാണ്. വൈദ്യുതി ലഭിക്കാൻ ഇനിയും നടപടിയായില്ലെങ്കിൽ ആർക്കും വോട്ടില്ലെന്ന നിലപാടിലാണ് ഈ കുടുംബങ്ങൾ. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ 8 വീടുകളാണ് പുളിയിലക്കുന്നിലുള്ളത്. വൈദ്യുതി ലഭിക്കാത്തതിനാൽ 5 വീടുകളിൽ മാത്രമാണ് താമസക്കാർ എത്തിയത്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാലാണ് കത്തുന്ന ചൂടിലും ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. രാത്രിയായാൽ മെഴുകുതിരി വെട്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിത്തീരും വരെയാണ് പ്ലസ് 2-നടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയം. വയോധികരായ രോഗികളടക്കമുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. തൊട്ടടുത്തുവരെ വൈദ്യുതി പോസ്റ്റ് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്നും പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നുമാണ് KSEBയുടെ വിശദീകരണം. നിരന്തരം പരാതി നൽകിയതോടെ കളക്ടർ ഇടപെട്ട് ഇവർക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ നടപടി ഒന്നുമായില്ല. KSEB പറഞ്ഞ്, പഞ്ചായത്തിൽ പറഞ്ഞ്, മെമ്പറെ പറഞ്ഞ്, ലാസ്റ്റ് നിവേദനം കളക്ടർക്ക് കൊടുത്ത് കളക്ടർ ഉത്തരവായതാണ്. KSEBക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടിയില്ല. അതൊക്കെയാണ് പറയണത് അവര്. 3 ഞങ്ങൾക്ക് 4-5 പിള്ളേർ പഠിക്കണായിരുന്നു. വാർഡ് മെമ്പറും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. തങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നവർക്കായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക എന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുമാണ് ഇവരുടെ തീരുമാനം. ഞങ്ങൾക്ക് കറണ്ട് വേണം, നിർബന്ധമായിട്ടും കറണ്ട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പോകൂല. ഒരാൾക്ക് വോട്ട് ചെയ്യൂല. കറണ്ട് കിട്ടിയേ തീരുള്ളൂ. ഞങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി ആയാലും കറണ്ട് തരണ ആരോ അത് തന്നെയല്ലേ ഏത് സ്ഥാനാർത്ഥിക്കായാലും. ഇപ്പൊ ഞങ്ങളിപ്പോ ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വികസനത്തെക്കുറിച്ച് വാ തോരാതെ പ്രസംഗിക്കുന്നവർ ഈ കുടുംബങ്ങളുടെ ദുരിതം കാണണമെന്നാണ് ഇവരുടെ അപേക്ഷ. TCV തൃശൂർ. പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേന ചാലക്കുടിയിൽ റൂട്ട് മാർച്ച് നടത്തി. CRPF അംഗങ്ങളാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ മാർച്ച് സൗത്ത് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, ചാലക്കുടി DYSP R അശോകൻ, SHO MK സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു.
LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. നെന്മണിക്കരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. തലോർ, തൊട്ടിപ്പാൾ, മുളങ്ങ്, മുത്രത്തിക്കര, നന്ദിക്കര, വടക്കേത്തുറവ് തുടങ്ങി 40ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. KK രാമചന്ദ്രൻ MLA, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, LDF പുതുക്കാട് മണ്ഡലം കൺവീനർ TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CU പ്രിയൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ചലച്ചിത്ര താരവും മുൻ MP-യുമായ ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. രാവിലെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ്, മകൻ സോണറ്റ്, മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന കിഴക്കേ പള്ളിയിലെ സെമിത്തേരിയിലെത്തി കുടുംബങ്ങൾ പുഷ്പാർച്ചന നടത്തി. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഇന്നസെന്റിന്റെ ഓർമ്മദിനത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറയിൽ എത്തിയത് നിരവധി പൌരപ്രമുഖർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ എന്നിവർ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇന്നസെന്റിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം കാറിന് പുറകെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച അപകടം. തൃശൂർ ഭാഗത്തുനിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോളേജ് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന കാറിൽ പുറകിൽ വന്നിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ മരത്തിലും ഇടിച്ചു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. മാളയിൽ നിർത്തിയിട്ടിരുന്ന കാർ ഉരുണ്ടു നീങ്ങി സമീപത്തെ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. റോഡിന്റെ എതിർദിശയിലേക്കുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയുടെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാതീയ അധിക്ഷേപങ്ങൾ നടത്തുകയും അപമാനിക്കുകയും ചെയ്ത കലാമണ്ഡലം ജൂനിയർ സത്യഭാമയ്ക്കെതിരെ പ്രശസ്ത നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ പരാതി നൽകി. ചാലക്കുടി ഡിവൈഎസ്പി R. അശോകന് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി വഞ്ചിയൂർ പോലീസിന് കൈമാറി. സത്യഭാമ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ നൽകിയത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ മുഖാന്തരമാണ് പരാതി നൽകിയത്. ജാതീയ ആക്ഷേപം, ശാരീരികാവസ്ഥയെ കളിയാക്കൽ, സാമൂഹ്യ മാധ്യമത്തിൽ അപമാനിക്കൽ, വിദ്യാഭ്യാസ യോഗ്യതയെ കളങ്കപ്പെടുത്തും വിധം സംസാരിക്കൽ എന്നിവയാണ് പരാതിയിൽ ആരോപിച്ച കുറ്റങ്ങൾ. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തി രാമകൃഷ്ണൻ പരാതി നൽകിയത്. കോടതി മുഖേനയും ഉടനെ പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. യൂട്യൂബ് ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ചയിൽ യൂട്യൂബ് ചാനൽ പിന്നെ അതുപോലെ തന്നെ അവതാരകൻ പിന്നെ സത്യഭാമ ടീച്ചർ അത് ഇപ്പോൾ ചാലക്കുടി എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പിന്നെ കോടതിയിലും നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അട്രോസിറ്റിയുടെ രീതിയിൽ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് എന്തായാലും മേൽ നടപടികളിലേക്ക് നമുക്ക് നോക്കാം. എന്തായാലും അവിട്ടത്തൂർ സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞയുടൻ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ പുല്ലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. +1, +2 ബാച്ചിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം നടന്നത്. സ്കൂളിൽ നേരത്തെ നടന്ന സംഘർഷത്തെ തുടർന്ന് ഏതാനും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം അധികൃതർ നൽകിയിരുന്നു. പരീക്ഷ കഴിഞ്ഞതോടെ മുമ്പ് നടന്ന പ്രശ്നത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടുകയായിരുന്നു. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കലാസാഹിത്യ ഭാഷാരംഗത്ത് ക്രിയാത്മക മാറ്റം കൊണ്ടുവന്ന ആധുനിക ഭാഷാ പിതാവായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്ന് CC മുകുന്ദൻ MLA. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ 18ാമത് ചരമവാർഷിക ദിനത്തിൽ വലപ്പാട്ടെ സ്മൃതി കുടീരത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വായനശാലകൾക്ക് നൽകിവരുന്ന പുസ്തകങ്ങളിൽ മാഷിന്റെ കൃതികൾ ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി സ്മാരകത്തിന്റെ വികസനത്തിനാവശ്യമായ പണം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകുമെന്നും MLA പറഞ്ഞു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. മാഷിന്റെ സ്മാരകം രൂപകൽപ്പന ചെയ്തതിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ നാഷണൽ അവാർഡ് നേടിയ ആനന്ദ്, കാളിന്തി, രാസുൽ എന്നിവരെ സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ആദരിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കവി ഡോക്ടർ C. രാവുണ്ണി, ബിജോഷ് ആനന്ദൻ, അരവിന്ദൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഇന്ന് കാണുന്ന തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപുണ്ടായിരുന്ന ആദ്യ ദേവാലയം അതിമനോഹരമായി പുനർനിർമ്മിച്ചിരിക്കുകയാണ് പാവറട്ടിയിലെ ഷെൽസൺ ജോൺസൺ.
പാവറട്ടിയിലെ കലാകാരന്മാരുടെയും ചലച്ചിത്ര പ്രണയികളുടെയും കൂട്ടായ്മയായ പാപ്പ ഫ്രെയിംസിന്റെ ആഭിമുഖ്യത്തിൽ ദൃശ്യമാധ്യമ പ്രവർത്തകനായ ജെബിൻ ജോസഫിന്റെ ആശയത്തിനാണ് തൈക്കാട്ടിൽ കുടുംബാംഗമായ ഷെൽസൺ സാക്ഷാത്കാരം സമ്മാനിച്ചിരിക്കുന്നത്. 2.25 അടി ഉയരവും 4.25 അടി നീളവും വീതിയുമുള്ള ഈ കലാനിർമ്മിതി PVC ഫോം ഷീറ്റിലാണ് 30 ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചെടുത്തത്. പാപ്പ ഫ്രെയിംസ് സംഘടിപ്പിച്ച ചടങ്ങിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രകാശനം ചെയ്തു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, തോമസ് പാവറട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സേവ്യർ കുറ്റിക്കാട്ട്, വിശാൽ കുര്യൻ, മാത്യൂസ് പാവറട്ടി, പാപ്പ ഫ്രെയിംസ് സെക്രട്ടറി ഷീജോ വിജെ, പ്രസിഡന്റ് ജെബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേച്ചേരി പുഴയിലേക്ക് തുറന്നുവിട്ട വെള്ളം തണ്ടിലം, വെള്ളാറ്റന്നൂർ, പുലിയന്നൂർ പ്രദേശങ്ങളിലേക്ക് ഇനിയും എത്തിയില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാരം നടത്തുമെന്ന് കോൺഗ്രസ്. കനത്ത വേനലിൽ കിണറുകൾ വറ്റിവരണ്ടതോടെ കുടിവെള്ള ആവശ്യത്തിനായി കേച്ചേരി പുഴയിലേക്ക് വാഴാനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട പുഴവെള്ളം ഇതുവരെ വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, പുലിയന്നൂർ, തണ്ടിലം പ്രദേശങ്ങളിലേക്ക് എത്താത്തതിനാലാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. പലയിടങ്ങളിൽ തടയണകളിലായി കെട്ടി സംരക്ഷിച്ച പുഴവെള്ളം പല ഭാഗത്തേക്കും തുറന്നുവിടാനുള്ള നടപടിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും ഇത് തുടരുകയാണെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി PN അനിൽ, വേലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി വടക്കൂടൻ എന്നിവർ സംസാരിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിനും വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലായി വാഴാനി ഡാമിൽ നിന്നും തുടർച്ചയായി തുറന്നുവിട്ട വെള്ളം പുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ തടയണകളിൽ അണക്കെട്ടി നിർത്തിയതുകൊണ്ടാണ് വെള്ളം ഈ പ്രദേശത്തേക്ക് എത്താത്തത്. 4 ദിവസം വിട്ടതിന് ശേഷം ഡാമിൽ നിന്നുള്ള ജലപാതം നിലവിൽ വീണ്ടും അടച്ചിരിക്കുകയാണ്. കുണ്ടന്നൂർ, മങ്ങാട്, എരുമപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഈ വേനൽക്കാലത്ത് അഡീഷണൽ ഇറിഗേഷന്റെ വിവിധ പണികൾ പുഴയിൽ നടക്കുന്നതിനാൽ ഈ വർഷം ഇനി വെള്ളം തുറന്നുവിടാൻ സാധ്യത ഇല്ലെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണികൾ ആരംഭിക്കും മുൻപ് ഡാം തുറക്കണമെന്നും വെള്ളം തടഞ്ഞു നിർത്താതെ എല്ലാ ഭാഗത്തേക്കും വിടാൻ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വളരെ മോശകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പുഴ ഇന്ന് മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും വാഴാനി വീണ്ടും ഒരിക്കൽ കൂടി ഈ കുടിവെള്ള പദ്ധതികളുടെ അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിന് മുൻപേ സത്യാഗ്രഹം ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. TCV എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുടയിൽ 16കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വള്ളിവട്ടം സ്വദേശി ഇയാട്ടിപ്പറമ്പിൽ നാരായണനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി രവിചന്ദർ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കടുത്ത വേനൽ ചൂടിനെ അനുകൂലമാക്കി കൃഷിയിടത്തിലെ താരമായ കിരൺ തണ്ണിമത്തൻ മികച്ച വിളയായി. അഷ്ടമിച്ചിറ സ്വദേശി KS സിനോജ്, GB മനോജ് കുമാർ എന്നിവർ ചേർന്നാണ് 3 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷിയിറക്കി വിളവെടുക്കുന്നത്. പൊട്ടുവെള്ളരിയേക്കാൾ പരാജയ സാധ്യത കുറവാണ് തണ്ണിമത്തനുള്ളത്. വിത്തിട്ട് 70 ദിവസത്തിൽ വിളവെടുക്കാമെന്നതും കൂടുതൽ ദിവസം സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയം. പൊട്ടുവെള്ളരിക്കുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ പൊട്ടുവെള്ളരി നമുക്ക് വിറ്റ് തീർക്കണം. ഇത് നമുക്ക് ഒട്ടും ഷെൽഫ് ലൈഫ് ഇല്ലാത്തൊരു വേനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിസ്ക് കുറവുള്ള ഒരു കൃഷിയായിട്ടാണ് എനിക്ക് ഈ തണ്ണിമത്തൻ തോന്നുന്നത്. അതുമാത്രമല്ല നമുക്ക് ഒരു ചെടി ഒരു കായ ഏകദേശം ആവറേജ് 3 കിലോ 4 കിലോ തൂക്കവും വരുന്നുണ്ട്. 90 ദിവസം വരെ വിളവെടുക്കാവുന്നതാണ്. 3 ഏക്കറിൽ നിന്ന് 30 ടണ്ണോളം വിളവാണ് പ്രതീക്ഷിക്കുന്നത്. ശരാശരി 3 കിലോയോളം തൂക്കം വരുന്ന കായകളാണ് ലഭിക്കുന്നത്. 1 ഏക്കർ വീതം 3 ഘട്ടങ്ങളായാണ് കൃഷി ഇറക്കിയത്. മണ്ണ് വെട്ടിക്കയറ്റി ചാണകവും കോഴിക്കാഷ്ടവും കൂട്ടിച്ചേർത്ത വളമിട്ട് 50 സെന്റിമീറ്റർ അകലത്തിലാണ് വിത്തിടുന്നത്. ഇടവിളയായി ചീരയും കൃഷി ചെയ്തിട്ടുണ്ട്. TCV മാള. കാഞ്ഞാണി ശ്രീശങ്കര ഷെഡിന് സമീപം മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. അമ്പലക്കാട് സ്വദേശി കുറ്റിക്കാട്ടിൽ കുട്ടൻ ഭാര്യ ലത എന്നിവർക്കാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ലിജിത്ത് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. തിങ്കളാഴ്ച രാത്രി 12ഓടെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ലിജിത്ത് അച്ഛനുമായി വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിയിലാണ് കുട്ടന് കുത്തേറ്റത്.
പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടെ അമ്മ ലതയ്ക്കും കുത്തേൽക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ കുട്ടനെയും ലതയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പൂച്ചക്കടവിൽ വഞ്ചിയിൽ കടത്തുകയായിരുന്ന മണൽ കൊടുങ്ങല്ലൂർ പോലീസ് പിടിച്ചെടുത്തു. മണൽ കടത്തുകയായിരുന്നവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. തീരദേശ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള മണലും വഞ്ചിയും റവന്യൂ വകുപ്പിന് കൈമാറും. ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനായി ഡ്രഡ്ജ് ചെയ്തെടുത്ത ആയിരക്കണക്കിന് ലോഡ് മണൽ രാത്രിയിൽ കടത്തുന്ന സംഘങ്ങൾ പ്രദേശത്ത് സജീവമാണ്. വധശ്രമമടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പള്ളിപ്പുറം സ്വദേശി മേലടത്ത് വീട്ടിൽ സിനോജിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് അനുസരിച്ച് കാപ്പ ചുമത്തിയിരുന്നു. അറസ്റ്റിലായ സിനോജിനെ റിമാൻഡ് ചെയ്തു. വർണ്ണങ്ങൾ വാരിവിതറി പരമ്പരാഗത ആചാരപ്പെരുമയിൽ കുടുംബി സമുദായം കൊടുങ്ങല്ലൂരിൽ മന്നോണം ആഘോഷിച്ചു. വടക്കേ ഇന്ത്യയിലെ ഹോളിക്ക് സമാനമാണ് കുടുംബി സമുദായത്തിന്റെ മന്നോണം. വഞ്ചി എഴുന്നള്ളിപ്പ്, മഞ്ഞക്കുളി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചാപ്പാറയിൽ കുടുംബി സമുദായാംഗങ്ങൾ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയത്. മണ്ണാറ താഴത്തു നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കുടുംബി സമുദായത്തിന്റെ ഘോഷയാത്രയെ തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ മഞ്ഞക്കുളി നടന്നു. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തരച്ച വെള്ളത്തിൽ കുളിക്കുന്ന ചടങ്ങാണ് മഞ്ഞക്കുളി. മഞ്ഞൾ വെള്ളം നിറച്ച ചെറുവഞ്ചി ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുകയും മഞ്ഞൾ വെള്ളം പ്രസാദമായി വിതരണം ചെയ്യുകയും ചെയ്തു. ഓട്ടോറിക്ഷയുടെ ബാറ്ററി മോഷണം പോയി. മരത്തങ്കോട് മുജിരിപ്പറമ്പിൽ രാജന്റെ ഓട്ടോറിക്ഷയുടെ ബാറ്ററിയാണ് മോഷണം പോയത്. ചിപ്സ് കച്ചവടം നടത്തുന്ന രാജൻ വീടിനോട് ചേർന്നാണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത്. രാവിലെ ചിപ്സ് കച്ചവട ആവശ്യത്തിനായി വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് ബാറ്ററി മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്രില്ലുകൾ അറുത്തുമുറിച്ചു മാറ്റിയാണ് ബാറ്ററി മോഷ്ടിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ദുരിതത്തിലായി കണ്ടാണശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡിലെ 13 കുടുംബങ്ങൾ. റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിട്ടും പഞ്ചായത്ത് ഏറ്റെടുക്കാത്തതാണ് ഈ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡ് ടാർ ചെയ്തെങ്കിലും 100 മീറ്റർ റോഡ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം വേനലിൽ പൊടിശല്യം രൂക്ഷമാണ്. മഴ കനക്കുന്നതോടെ സമീപത്തെ പാടശേഖരങ്ങളും തോടുകളും നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാകും. സമീപത്തെ അംഗൻവാടിയിലേക്കും വില്ലേജ് ഓഫീസിലേക്കും ഈ റോഡാണ് ഏക ആശ്രയം. ഇത് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ റോഡാണ്. ഇവിടെ ഞങ്ങൾ 13 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇത് വളരെ പ്രയാസകരമായ റോഡാണ് മഴക്കാലത്തും അല്ലാത്ത ടൈമിലും. അപ്പം അതിന് പുറമെ കാന കയറി ആകെ പൊടിയുടെ ശല്യം ഭയങ്കര പ്രയാസമായി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ 13 കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത വളരെ പ്രയാസകരമായ അവസ്ഥയാണ് മഴക്കാലത്തും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ പറയണം. മേടപ്പുലരിയിൽ വിഷുക്കണിയൊരുക്കാൻ പൊന്നിൻ നിറമുള്ള വെള്ളരിക്കായകൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപാടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ. വാഴ, വിവിധയിനം പച്ചക്കറികൾ എന്നിവയിലെന്ന പോലെ കണിവെള്ളരി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിൽ ഒരാളായ ഈ യുവ കർഷകൻ. 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള 3 ഏക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. ആണ്ടിൽ 2 വട്ടം നെൽകൃഷി ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്യുന്നത്. ജനുവരിയിൽ മുണ്ടകൻ കൊയ്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടു. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് ഇത്തവണ രാജൻ കൃഷി ചെയ്തത്. ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരിക്ക ശരാശരി 1 കിലോ തൂക്കമുള്ളവയാണ്. വേനൽ മഴ ശക്തമായി പെയ്യാതിരുന്നതിനാൽ മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് കർഷകനായ രാജൻ പറയുന്നു. ഇവിടെ ചെയ്തിരിക്കുന്നത് മഞ്ചേരി ഇനത്തിൽ പറഞ്ഞ വെള്ളരിയാണ്. സാധാരണ നല്ല രീതിയിൽ ജൈവമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പാടത്ത് 2 പൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കണിവെള്ളരി കൃഷി തുടങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 60 ദിവസം വേണം കണി വയ്ക്കാനായിട്ട്, കൃത്യമായിട്ട് വെള്ളരിക്ക കിട്ടാനായിട്ട്. അതായത് വിത്തിട്ട് 60 ദിവസത്തിനുള്ളിലാണ് കണി വയ്ക്കാൻ വെള്ളരിക്ക കിട്ടുക. അപ്പോൾ നമ്മൾ കറിക്ക് ചെത്തണമെങ്കിൽ ഒരു 35-ാം പൊക്കം തൊട്ട് കറിക്ക് ചെത്തി തുടങ്ങാം. ഒരു വെള്ളരിക്ക കറക്റ്റ് വിളവാണെങ്കിൽ 60 ദിവസം വേണം. വെള്ളരിക്കായ്കൾ വിളഞ്ഞ പാകമായി തുടങ്ങിയെങ്കിലും ഏപ്രിൽ ആദ്യം മുതലാണ് ഇവ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തു സ്വാശ്രയ കർഷക സമിതിയിലെ സജീവ അംഗമായ രാജൻ താൻ വിളയിച്ചെടുത്ത കണിവെള്ളരി സമിതിയുടെ സ്വാശ്രയ ചന്തയിലൂടെയാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധയിടങ്ങളിലുള്ള കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയായ 20 ഫാർമേഴ്സ് കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് രാജൻ.
കൊടും ചൂടിനെ കൂസാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപാദനം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വെള്ളരിക്കയുടെ വില ഉയരാത്തതിൽ രാജൻ ആശങ്ക പ്രകടിപ്പിക്കുന്നു. കൃഷിക്കാരുടെ ഈ കണിവെള്ളരി കൃഷി ചെയ്ത കൃഷിക്കാരുടെ ഈ കൊല്ലത്തെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില വളരെ കുറവാണ്. കാരണം 10 രൂപ 11 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം. അതിൽ നിന്ന് മാറി കുറച്ചും കൂടി വില കയറി കിട്ടിയാൽ മാത്രമാണ് കൃഷിക്കാർക്ക് അത് ഒരു ഉപകാരപ്രദമാവുള്ളൂ. സാധാരണ ഏപ്രിൽ തൊട്ട് കണിവെള്ളരിക്ക് വില കൂടാറുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതേമാതിരി VAPC ഒക്കെ നമ്മളെ ഹോർട്ടികോർപ്പും എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. നിലവിൽ കിലോഗ്രാമിന് 10 രൂപയാണ് വില. കഴിഞ്ഞ വർഷം ഈ സീസണിൽ ഇതിൽ കൂടുതൽ വില ലഭിച്ചിരുന്നു. വിഷു അടുത്തെത്തുന്നതോടെ വെള്ളരി വില ഉയരുമെന്ന പ്രതീക്ഷയാണ് ഈ കർഷകനുള്ളത്. TCV ന്യൂസ്, കൊടകര. ചേറ്റുവ ചലഞ്ചേഴ്സ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും മുൻ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ താരവും കായിക അധ്യാപകനുമായിരുന്ന ഡോക്ടർ MM ഷെഫീർ മുഹമ്മദ് അലിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജില്ലയിലെ മികച്ച കായിക അധ്യാപകനുള്ള പുരസ്കാരം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ CA മുഹമ്മദ് ഹനീഫയ്ക്ക് സമ്മാനിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ചലഞ്ചേഴ്സ് മുഖ്യ രക്ഷാധികാരി K ഇർഷാദ് ചേറ്റുവ അധ്യക്ഷനായി. 10,001 രൂപയും സുധി PP രൂപകൽപ്പന ചെയ്ത ശില്പവും CV പാപ്പച്ചൻ സമ്മാനിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായി. OK പ്രൈസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PC രവി, VH ഷാഹുൽ, NA മുഷറഫ്, RM മുഹമ്മദ്, റിസ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്പെയിനിൽ നടന്ന അന്താരാഷ്ട്ര വാട്ടർ കളർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത സുധി PP CSIR UGC നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 88ാം റാങ്ക് നേടിയ RS ഷഹാന, ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ KS ദേവജിത്ത്, ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ അംഗമായ സിനാൽ ജലീൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റംസാനിൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SYS സാന്ത്വന മഹൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ ഒരുക്കിയും ആവശ്യമായ സേവനങ്ങൾ നൽകിയും സാന്ത്വന മഹൽ ആശ്രയമാകുകയാണ്. പണമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങുവാനുള്ള സാമ്പത്തിക സഹായം, സൗജന്യ നിരക്കിൽ ആംബുലൻസ് സർവീസ് തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യത്തിന്റെ രജത ജൂബിലി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സാംസ്കാരിക കലാസംഗീത സന്ധ്യ സംഘടിപ്പിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. സംഗീത നിശയുടെ സുവനീർ മേള കലാനിധി പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ പ്രകാശനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ KL ആന്റണി, കൺവീനർ KB പ്രമോദ്, PK ഉണ്ണികൃഷ്ണൻ, KB പ്രസാദ് എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് കോടാലിയിൽ തണ്ണീർ പന്തൽ തുറന്നു. തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം റോയ് കല്ലമ്പി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR രാധാകൃഷ്ണൻ, കോടാലി ശാഖാ മാനേജർ PC ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സ് ഉക്കു മാസ്റ്റർ ബാസ്കറ്റ്ബോൾ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തുന്ന സമ്മർ ബാസ്കറ്റ്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിൽ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KBF പ്രസിഡന്റ് KV ആനന്ദൻ, സെക്രട്ടറി JB ജേക്കബ്, ഭാരവാഹികളായ മാത്യു ചെമ്മണ്ണൂർ, KV പോൾ, ബാസ്കറ്റ്ബോൾ കോച്ച് ഷെല്ലി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ 43ാമത് ഫ്ലഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള ഈ മാസം 31 മുതൽ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സ് കമ്മിറ്റി പ്രസിഡന്റ് MM വിൽസൺ, സംഘാടക സമിതി ചെയർമാൻ C ഗിരീഷ് കുമാർ, ട്രഷറർ ബാബു പള്ളിക്കര, കൺവീനർ സാബു ഐനൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേനൽ പറവകൾക്ക് കുടിനീരേകാൻ ഗുരുവായൂർ നഗരസഭ വിവിധ ഇടങ്ങളിൽ മൺചട്ടികൾ സ്ഥാപിച്ചു. നഗരസഭ ഓഫീസ്, EMS സ്ക്വയർ, പാർക്കുകൾ എന്നിവിടങ്ങളിലാണ് മൺചട്ടികൾ സ്ഥാപിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ചട്ടികളിൽ വെള്ളം ഒഴിച്ചു നൽകി. മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് വിളക്കുകൾ കണ്ണടച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ.
ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പെരുകിയതോടെ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ജംഗ്ഷനിലെ കടവരാന്തകൾ, ഓട്ടോ പാർക്ക്, ബസ് സ്റ്റോപ്പ്, സമീപത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പ് എന്നിവ കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ലൈറ്റുകൾ കത്തിക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ 51 കുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ വിതരണം ചെയ്തു. PS അനന്തരാമൻ സൈക്കിൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KP രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പരിയാരത്തെ ഗൃഹനാഥന്റെ മരണം കൊലപാതകം. മകൻ പോലീസ് പിടിയിൽ. ഗോവണിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ്. വേനലവധിക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവം. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് വൻ ശബ്ദത്തോടെ തകർന്നത്. കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ ഉത്തരവ് പാലിച്ചാണ് കളക്ടറുടെ നടപടി. വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ കാർലാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.